അപ്പോൾ അങ്ങനെ നീണ്ട ഒരു കാത്തിരിപ്പിനും ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വോയിസിൽ വന്നിരിക്കുന്നു ഗൈസ്. ഹലോ ഹായ്. ചെറിയ ചെറിയ ഹാപ്പി മൊമെൻറ്റ്സ് പോലും ക്യാപ്ചർ ചെയ്യാൻ വീഡിയോ എടുത്ത് വയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ എന്ന് വിചാരിച്ച് തുടങ്ങിയൊരു ചാനലാണിത്. ഒട്ടുമിക്ക ആൾക്കാരുടെ പോലെ തന്നെ വീക്കെൻഡ്സിൽ വീട്ടിലിരിക്കുന്ന ശീലം ഞങ്ങൾക്കും വളരെ കുറവാണ്. ചെന്നൈയിലെ ഞങ്ങളുടെ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളും പിന്നെ ഫസ്റ്റ് ഓണം ആയതുകൊണ്ട് കുറച്ചധികം ഷോപ്പിങ്ങും നടത്താനുണ്ടായിരുന്നു ഞങ്ങൾക്ക്. സാഹസികമായിട്ടുള്ള ട്രാഫിക്കിലൂടെയുള്ള വണ്ടി ഓടിക്കലിന് ശേഷം ഞങ്ങൾ ഫിനിക്സ് മാളിലെത്തി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഫിനിക്സ് മാളിലോട്ട് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും നടക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് തികച്ചില്ല. ഈ പച്ച ഷർട്ട് ഇട്ട് വരുന്ന പച്ചത്തുള്ളൻ്റെ ഒറ്റ നിർബന്ധപ്രകാരമാണ് ഇന്ന് കാറിൽ ഞങ്ങൾ വന്ന് നെരങ്ങി നീയത്. ഫിനിക്സ് മാളിലെത്തി. ഫസ്റ്റ് നമുക്ക് ക്രോമയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഇവിടുത്തെ ഞങ്ങളുടെ റൂമിലെ AC കുറച്ചധികം പഴയതായിരുന്നു, അപ്പോൾ അതൊന്ന് പുതുക്കാമെന്ന് വിചാരിച്ചു പോയതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഓൺ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ചെന്നൈയിൽ എന്ത് ഓണം എന്ത് വിഷു. പിന്നെ ഒട്ടുമിക്ക മലയാളികൾക്കും ഉള്ള പോലെ തന്നെയുള്ള ശീലം ഞങ്ങളും തെറ്റിച്ചില്ല. 10 കടകൾ ആ മാളിലുണ്ടായിരുന്നെങ്കിൽ 10 കടകളിലും കയറി എല്ലാത്തിൻ്റെയും പൈസയും വിവരങ്ങളും എല്ലാം അന്വേഷിച്ച് ഫസ്റ്റ് കണ്ട ക്രോമയിൽ തന്നെ കയറി അവിടെ നിന്ന് സാധനം വാങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓൺലൈനിൽ ACയുടെ പ്രൈസ് നോക്കി എല്ലാം ഒന്ന് അവലോകനം ചെയ്ത് ഏതിനാണ് എവിടെയാണ് ഏറ്റവും കൂടുതൽ പൈസ കുറവ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ക്രോമയിൽ ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ 5 ഇയർ വാറൻറ്റിയും കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ 10 രൂപ കൊടുക്കുമ്പോൾ 10 വട്ടം ആലോചിക്കണം എന്നുള്ള ശീലം ഞങ്ങൾക്കും ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ 10-ലധികം വട്ടം ആലോചിച്ചു. എത്ര വലിയ ആലോചനയിലാണെങ്കിൽ പോലും കണ്ണാടി കണ്ടാൽ ഞാൻ വിടാറില്ല. സ്വയം ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഏതൊക്കെ ഷോറൂമിലാണോ പോയി AC ചെക്ക് ചെയ്തത് ആ സെയിം പ്രൊഡക്റ്റിൻ്റെ വിലവിവര പട്ടിക വീണ്ടും ഓൺലൈനിൽ നോക്കി. എല്ലാം നോക്കി ലാസ്റ്റ് ക്രോമ തന്നെ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നടന്നു. ലാസ്റ്റ് അധികമൊന്നും ആലോചിക്കാതെ ഞങ്ങൾ ഇത് തന്നെ ക്രോമയിൽ എടുത്തു. ഒരു 5 സ്റ്റാർ ഹയർ പ്രൊഡക്റ്റ്. അങ്ങനെ ഞങ്ങൾ AC ബുക്ക്. ACക്ക് വേണ്ടിയുള്ള അലച്ചിൽ ചെന്ന് അവസാനിച്ചത് വളരെ വൈകി ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ഷോപ്പിംഗ് ഷോറൂംസും ക്ലോസ് ആക്കാൻ നിൽക്കുമായിരുന്നു. ഒറ്റ നോട്ടത്തിലും പല നോട്ടത്തിലും എനിക്കുള്ളതൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലുള്ള അനിയന്മാർക്കും അമ്മയ്ക്കും അച്ഛനൊക്കെ ഉള്ളത് എടുക്കാൻ വിചാരിച്ചു. അത്യാവശ്യം ഫേമസ് മാളായത് കൊണ്ടാണ് അതോ കുർത്തീസൊന്നും വാങ്ങി ശീലമില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല നമുക്ക് ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത്ര റേറ്റിലുള്ള കുർത്തീസായിരുന്നു. കയറിയ കടകളെല്ലാം ഇത്ര വലിയ ബ്രാൻഡ് വാല്യൂ ഉള്ള കടകളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു നോർമൽ ഒരു കുർത്ത പോലത്തെ ഒരു സംഭവം എടുത്തു. കണ്ണ് തള്ളിപ്പോവും ഗൈസ്, കണ്ണ് തള്ളിപ്പോവും. ഞാൻ അത്രയ്ക്ക് വലിയ കോടീശ്വരി അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതവിടെ വെച്ചു. 5000 4,999. ലാസ്റ്റ് അറ്റ് ദ ലീസ്റ്റ് ഞങ്ങൾ ട്രെൻഡ്സ് കയറേണ്ട താമസം സെക്യൂരിറ്റി വന്ന് ക്ലോത്തിങ് ടൈം ആണ് ഓൺലൈൻ പറഞ്ഞാൽ ഇറക്കി വിട്ടു ഗൈസ്. പിന്നെ പാന്തലൂൺസ്, വെസ്റ്റ് സൈഡ്, M&S, ലണ്ടൻ ടൈംസ് കുറേ കയറി ഗൈസ്. ഒന്നും കിട്ടാതെ മൂഞ്ചടിച്ച് എന്തൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും പാർക്കിങ്ങിലേക്ക് പോകും. ഒന്നും കിട്ടാതെ ഒന്നും കിട്ടാതെ ഇരുന്നിട്ടില്ല. AC എത്തി ലാസ്റ്റ് റൂമിലോട്ട്. പോരും വഴിച്ച് മഴയൊക്കെ നനഞ്ഞ് വണ്ടിയിൽ കുറച്ചധികം ചെളിയൊക്കെ ആക്കി ഞങ്ങൾ തിരിച്ച് വീണ്ടും. നല്ല വിശപ്പുണ്ട്. സമയം 10 മണിയായി. ഉച്ചയ്ക്ക് കഴിച്ചതാണ് ഞങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും മാളൊന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാൻ. മാളെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളൊരു 9:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അപ്പോഴേക്കും അവർ അങ്ങനെ പോയ കാര്യം നടക്കാത്തതിൻ്റെ വിഷമം എൻ്റെ വാക്കുകളിലൂടെ അടുത്ത ആളുടെ തലയിൽ ചുമത്തി സ്റ്റോപ്പ് ഇടുന്നു. ബൈ ബൈ, സീ യു.